അരുത് ശ്യാമേ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാനെല്ലാം നിന്നോട് തുറന്നു പറയാം. എന്റെ പൂർത്തിയാകാതെ പോയ പ്രേമ കവിതകൾ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം ഞാനിന്ന് വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. ഇന്നെങ്ങനെ വർക്കല്ലോ നടന്നോ? ഒന്ന് തുടങ്ങി വെച്ചു. ദൈവത്തെ ഓർത്ത് താനൊന്ന് വേഗം റെഡിയാകും. നമുക്ക് പുറത്തേതെങ്കിലും ഹോട്ടലിൽ പോയി ചാപ്പാടിയാം. ഹോട്ടലോ? അയ്യോ വേണ്ട, എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയാ മതി. എന്റെ മെനു എന്തൊക്കെയാണെന്ന് അറിയാമോ? അറിയാതെ. തൈര്, പപ്പടം, ചമ്മന്തി, അല്ലെങ്കിൽ ചപ്പാത്തിയും പരിപ്പും. എന്റെ പൊന്നു സുഹൃത്തെ, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാം. താനൊന്ന് റെഡിയാകും. അങ്ങനെ ഇപ്പൊ വേണ്ട, ഇന്ന് ഇവിടുന്ന് കഴിച്ചാ മതി. അരമണിക്കൂറിനകം ഞാൻ എല്ലാം റെഡിയാക്കാം. ജോലിക്കാരും വീട്ടിലില്ലാതിരുന്നതിനാൽ പുറത്തേതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാമെന്ന് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതാണ്. അവളത് സമ്മതിക്കാതെ ആഹാരം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. പിന്നീട് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ഞാൻ ഓടിച്ചെന്നപ്പോഴേക്കും ഗ്യാസ് സിലിണ്ടർ പൊട്ടി രക്തത്തിൽ കുളിച്ചു കിടന്ന ലക്ഷ്മിയാണ് ഞാൻ കണ്ടത്. ഞാൻ തന്നെ അവളെ കാറിലെടുത്ത് കിടത്തി ആശുപത്രിയിലേക്ക് പോയി.